ബി.ജെ.പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ച ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല. തനിക്കെതിരെയുള്ള പാർട്ടി നടപടിക്ക് പിന്നിൽ സിപിഐഎം പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി എന്തെങ്കിലും നടപടിയെടുത്തവർ ഒരുപക്ഷേ പോയേക്കുമെന്ന് ഇ.പി. ജയരാജനും പ്രതികരിച്ചു. നടപടി നേരിട്ട ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നിലവിൽ ബി.ജെ.പിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി രാജേന്ദ്രൻ രംഗത്തെത്തിയത്. അതേസമയം ബി.ജെ.പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ സ്ഥിരീകരിക്കുന്നു. അതൊരു യൂഹാപോഹ വാർത്തയാണ്, അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവുമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല. ബി.ജെ.പി മാത്രമല്ല, എല്ലാ പാർട്ടി നേതാക്കന്മാരും വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കൽ വിളിക്കും, അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, അതോടുകൂടി അവരങ്ങ് നിൽക്കും. വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ എസ്. രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ലെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, പാർട്ടിയായിട്ട് സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇല്ല. എന്നാൽ സിപിഎമ്മിൽ നിന്നാരും ബി.ജെ.പിയിലേക്ക് പോകില്ലെന്നും പാർട്ടി നടപടിയെടുത്തവർ ഒരുപക്ഷെ പോയേക്കുമെന്നാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം. പക്ഷെ സിപിഎമ്മിൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും, എനിക്കതറിഞ്ഞുകൂടാ. എന്നാൽ ബി.ജെ.പിയിലേക്ക് പോകില്ലെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുമ്പോഴും തനിക്കെതിരെയുള്ള നടപടി പിൻവലിക്കാത്തതിൽ കടുത്ത പ്രതിഷേധവും രാജേന്ദ്രൻ രേഖപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.